നിങ്ങളുടെ കല്യാണ ബന്ധം തകർക്കേണ്ടത് നിന്റെ അമ്മയുടെ ആവശ്യം. ആ കൊച്ചിന് ഒരു ഭ്രാന്തും ഇല്ല മോനെ. മനസ്സിലേക്ക് തീ കയറ്റുന്ന ഏതോ ഒരു മരുന്ന് ആരും അവൾക്ക് കൊടുത്തു. അതിപ്പം മാറുകയും ചെയ്തു. രാജമോന്റെ വീട്ടിലെ ആർക്കും ഭ്രാന്തില്ല. എടാ മോനെ, ഇതൊക്കെ ദൈവം കാണിച്ചു തരുന്ന ഓരോ മുന്നറിയിപ്പാ. അമ്മേ, ശ്രീക്കപ്പോ ശരിക്കും ഭ്രാന്ത് തന്നെയല്ലേ? പിന്നെ അതിനെന്താ ഇത്ര സംശയം? എടാ, അവള് കാണിക്കുന്ന മനോരോഗ ലക്ഷണങ്ങളൊക്കെ നീയും കണ്ടതാണല്ലോ. എടാ, നിന്റെ ചെവിക്കുറ്റി നോക്കിയല്ലേ അവൾ അടിച്ചത്. ആ, ഭ്രാന്തില്ലാത്ത ഒരു പെണ്ണ് അങ്ങനെ ഭർത്താവിന്റെ കർണത്തൊക്കെ അടിക്കുവോ? എടാ മോനെ, അവക്ക് ഭ്രാന്താടാ. അവളുടെ കൈ കൊണ്ട് വെറുതെ നീ പടുമരണം മേടിച്ചു വെക്കല്ലേ മോനെ. നീ ശുദ്ധഗതിക്കാരനാ. നിനക്ക് അവളോട് സ്നേഹമുണ്ട്, അതൊക്കെ നല്ല കാര്യം. ഷെടാ, എന്ന് വെച്ച് ഭ്രാന്തിയായ ഒരു പെണ്ണിൻ്റെ കൂടെ ഒരുമിച്ച് ജീവിച്ച് ദുർമരണം ചോദിച്ചു വാങ്ങണോ? അതുകൊണ്ട് അമ്മ പറയോ, എന്റെ പൊന്നുമോൻ എത്രയും പെട്ടെന്ന് അവളെ അങ്ങ് ഉപേക്ഷിക്കേ. ഓ, അമ്മ ആ വക്കീലിനോട് വരാൻ പറഞ്ഞിട്ടുണ്ട്. അയാൾ ഇപ്പൊ വരും. മരണം വരെ അമ്മയ്ക്ക് എന്റെ പൊന്നുമോനെ കാണണം. അതുകൊണ്ട് അമ്മ പറഞ്ഞു പോയതാ. അമ്മ കരയല്ലേ? യോ, എന്തൊരടവ്. അവരുടെ ഒരു മാട്ട നാടകം കണ്ടില്ലേ? അമ്മ പറയുന്ന പോലെ ഞാൻ ചെയ്യാം. ഓ, ആ വക്കീൽ വരുമ്പോ എന്നെ ഫോൺ ചെയ്ത് അറിയിച്ചാ മതി. ഞാനിപ്പോ വരാം. എടാ, വെട്ടുപോത്ത് പോലെ ഇടറി നിന്ന് നിന്റെ അപ്പനെ പിടിച്ച് കയറുമേ കെട്ടിയവളാ ഈ ഞാൻ. പിന്നെയാ നീ. അവള് വക്കീലിനെയും കൊണ്ട് വരുന്നതിന് മുമ്പ് ഈ കാര്യം ഋതികമ്മളെ വിളിച്ച് പറഞ്ഞേക്കാം. അല്ല, ഒരു കൊച്ചിന്റെ ജീവിതമല്ലേ ഇവളെ ഒറ്റ ഒരുത്തി തകർക്കാൻ പോകുന്നത്. ചേച്ചി. ആ മോളെ, ഞാൻ രുക്മിണിയുടെ വീടിന്റെ അടുത്തുനിന്നാ വിളിക്കുന്നത്. ഇവിടെ ഇപ്പൊ കുറച്ച് സംഭവങ്ങളുണ്ടായി. എന്താ ചേച്ചി? പിന്നെ ആ ഹരീഷ് ദേ വെട്ടുകളെ പോലെ വഴിയിലിറങ്ങിയിട്ടുണ്ട്. താങ്ക് യു ചേച്ചി. ഓ ശരി. എന്തരതു? വാ, വേഗം വാ. നിങ്ങൾ എവിടെ പോവാ അത്ര തിടുക്കപ്പെട്ട്? ഞങ്ങള് വീട് വരെ പോവാ. ഇപ്പൊ വരാം. ഇപ്പൊ വരാം. ഞങ്ങള് നിന്നെ കാണാൻ ഇങ്ങോട്ട് വന്നത്. നിങ്ങൾക്ക് വേറെ തൊഴിലൊന്നുമില്ലേ? ഇത് തന്നെയാണോ പണി? വേറെ പണിക്ക് പോണമെങ്കിൽ മനസ്സിന് സമാധാനം വേണ്ട ഹരീഷേ. ഇത് നാട്ടുകാരുടെ പ്രശ്നമൊന്നുമല്ലല്ലോ, ഇത് എന്റെ പെങ്ങളുടെ പ്രശ്നമല്ലേ. പെരുവഴിയിൽ വെച്ച് കോംപ്രമൈസ് മീറ്റിംഗ്. കോംപ്രമൈസ് മീറ്റിംഗ് എന്ന് പറഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വരാൻ പറ്റില്ലല്ലോ. അവിടെ ഏതു കാര്യവും ഊതി പെരുപ്പിച്ച് കൊടുങ്കാറ്റാക്കുന്ന നിന്റെ അമ്മ അവിടെ ഇല്ലേ? ദേ, ഞാൻ വല്ലാത്തൊരു മാനസികാവസ്ഥയിലാ. നിങ്ങൾക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്ന് പറ. ഞങ്ങളും അതേ മാനസികാവസ്ഥയില്. ഞങ്ങൾ പറയുന്നത് ക്ഷമയോടെ നീ ഒന്ന് കേൾക്കണം. ഹരീഷേ, നിനക്ക് കുറച്ച് മിസ്അണ്ടർസ്റ്റാൻഡിങ്സ് ഉണ്ട്. ആ തെറ്റിദ്ധാരണ നീ ആദ്യം മാറ്റണം. എനിക്ക് എല്ലാരെ കുറിച്ച് നല്ല ധാരണയുള്ളത്. എല്ലാരെയും എനിക്ക് നന്നായിട്ട് അറിയാം. ഹരീഷിന് ഒന്നും അറിയില്ല. ഹരീഷ്,
നിന്റെ പല വിശ്വാസങ്ങളും തെറ്റാണ്. ഹരീഷേ, ഞാൻ നിന്റെ പെങ്ങൾ രമ്യയോട് ഒരു വിശ്വാസവഞ്ചനയും കാണിച്ചിട്ടില്ല. അവളെ ഞാൻ പ്രേമിച്ചിട്ടില്ല. ഞാൻ കുട്ടിക്കാലം മുതലേ കണ്ടതല്ലേ അവളെ. ശ്രീലക്ഷ്മിയെ പോലെ തന്നെ എന്റെ ഒരു സ്വന്തം പെങ്ങളായിട്ട് മാത്രമാണ് അവളെ ഞാൻ കണ്ടത്. അങ്ങനെയാണെങ്കിൽ പിന്നെ നീ എന്തിനാ മാറ്റ കല്യാണത്തിന് സമ്മതിച്ചത്? അങ്ങനെ ഒരു തെറ്റ് എന്റെ ഭാഗത്തുനിന്ന് വന്നു. ആ നിങ്ങളുടെ പ്രണയ കല്യാണം നടക്കാൻ വേണ്ടി എനിക്ക് രുക്മിണി ആന്റിയുടെ ഡിമാൻഡുകൾ അംഗീകരിക്കേണ്ടി വന്നു. 20-24 വർഷത്തോളം പെങ്ങളെപ്പോലെ കണ്ട ഒരു പെണ്ണിനെ പെട്ടെന്ന് ഭാര്യയായിട്ട് സ്വീകരിക്കേണ്ടി വരുന്ന ഒരാണിന്റെ ഗതികേടെന്ന് ആലോചിച്ച് നോക്കിയേ. അല്ലാതെ ഞാൻ രമ്യ വഞ്ചിച്ചിട്ടില്ല. ഒരു തരത്തിലും ഞാൻ അവളെ ചതിച്ചിട്ടുമില്ല. എന്റെ ജീവിതത്തിലെ ദൈവത്തിന്റെ തീരുമാനം ഇങ്ങനെയൊക്കെ ആയിരുന്നു. അതുപോലെയൊക്കെ സംഭവിക്കുകയും ചെയ്തു. ദേ, കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഒരുമിച്ച് വളർന്നവരാ. അതുകൊണ്ട് തന്നെ നീയും രമ്യയും എന്നും എന്റെ കൂടപ്പിറപ്പാ. ഞാൻ കുറച്ച് ഇമോഷണലായി സംസാരിക്കുന്നത് എന്റെ കാര്യം സാധിച്ചെടുക്കാനുള്ള തട്ടിപ്പൊന്നുമല്ല. ഉള്ള സത്യങ്ങളാ ഞാൻ പറയുന്ന. എത്ര സന്തോഷത്തോടെ ജീവിച്ചവരാ നീയും ശ്രീയും. ശ്രീക്ക് മെന്റൽ പ്രോബ്ലംസ് ഒന്നുമില്ല. ആരോ എന്തോ മരുന്ന് കൊടുത്തു. അതിൽ നിന്ന് ചില മെന്റൽ ഷോക്ക് ഉണ്ടായി. അത് സത്യം. അത് കൊച്ചമണി വല്യമ്മ എന്തോ മരുന്ന് കൊടുത്തപ്പോ മാറുകയും ചെയ്തു. ആ, അവളെ ഭ്രാന്തി എന്ന് മുദ്രകുത്തി നീ ഉപേക്ഷിക്കരുത്. നീ ജീവനെ പോലെ അവളെ സ്നേഹിക്കുന്നുണ്ട്. നിന്നെയും തിരിച്ചവൾ അതുപോലെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. അത് നീ തിരിച്ചറിയണം. ഹരീഷേ, സത്യം എന്താണെന്ന് അറിയുമ്പോ നീ വേദനിക്കും. നിന്റെ അമ്മയെക്കുറിച്ച് മോശം പറയാനൊന്നും ഞങ്ങൾ ശീലിച്ചിട്ടില്ല. രുക്മിണി എനിക്ക് നീയും ശ്രീയും ഒരുമിച്ച് ജീവിക്കുന്നതിൽ ഒരു താല്പര്യവുമില്ല. അവർക്ക് നിന്നെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കണം. എന്റെ പൊന്നു മോനെ, നീ രുക്മിണിക്കൊരു കറവ പശു മാത്രോ. നിന്നെ കൊണ്ട് വേറൊരു കല്യാണം കഴിപ്പിച്ചിട്ട് ലക്ഷക്കണക്കിന് രൂപ സ്ത്രീധനം വാങ്ങി ആ രൂപ പലിശയ്ക്ക് കൊടുക്കാനാ നിന്റെ അമ്മയുടെ തീരുമാനം. ഹരീഷേ, നീ ഡിവോഴ്സിനെ കുറിച്ച് ആലോചിക്കുന്നുണ്ടെന്ന് നിന്റെ അമ്മ പലരോടും പറഞ്ഞ് ഞങ്ങൾ അറിഞ്ഞതാ. ശരിയാ, അമ്മ ആലോചിക്കുന്നുണ്ട്. ഗത്യന്തരമില്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യും? എന്ത് ഗത്യന്തരമില്ലായ്മയാ ഹരീഷേ? എന്ത് തെറ്റാ ശ്രീ നിന്നോട് ചെയ്തത്? ശ്രീക്ക് ഭ്രാന്താണെന്നും അവൾക്ക് കുട്ടികൾ ഉണ്ടാവില്ലെന്നും കള്ളപ്രചരണം നടത്തി നിങ്ങളുടെ കല്യാണ ബന്ധം തകർക്കേണ്ടത് നിന്റെ അമ്മയുടെ ആവശ്യം. ആ കൊച്ചിന് ഒരു ഭ്രാന്തുമില്ല മോനെ. മനസ്സിലേക്ക് തീ കയറ്റുന്ന ഏതോ ഒരു മരുന്ന് ആരോ അവൾക്ക് കൊടുത്തു. അതിപ്പം മാറുകയും ചെയ്തു. രാജമോന്റെ വീട്ടിലെ ആർക്കും ഭ്രാന്തില്ല. പിന്നെ കുട്ടികൾ ഉണ്ടാവില്ലെന്ന നുണപ്രചരണം. ശ്രീ 7 മാസം ഗർഭിണിയായിരിക്കുമ്പോഴാ അബോഷനായത്. അതെന്താ മറന്നുപോയത്?